കൈയും കാലുകളും കെട്ടി പെരിയാർ നീന്തിക്കടന്ന് ഒരു 6 വയസ്സുകാരൻ. ചേരാനല്ലൂർ സ്വദേശിയായ കേദാറാണ് പെരിയാറിൽ 1 കിലോമീറ്ററോളം നീന്തിയത്. ഡാമുകൾ തുറന്നതിനെ തുടർന്ന് കലങ്ങിക്കിടന്ന പെരിയാർ 6 വയസ്സുകാരന്റെ സാഹസികതയ്ക്ക് തടസ്സമായില്ല. ശക്തമായ മഴയിൽ ഡാമുകൾ തുറന്നതിനാൽ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ് പെരിയാർ. സാധാരണ നിലയിൽ തന്നെ പേടിപ്പെടുത്തുന്ന പെരിയാറിന്റെ ഓളങ്ങളെ കയ്യും കാലും ബന്ധിച്ചാണ് 6 വയസ്സുകാരൻ നീന്തിക്കടന്നത്. നീന്തലിനിടെ തലയും ശരീരവും മാത്രമേ ചലിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂവെങ്കിലും വെല്ലുവിളികൾ 6 വയസ്സുകാരന് തടസ്സമായില്ല. ആലുവ മണൽപ്പുറം മണ്ഡപംകടവ് മുതൽ 1 കിലോമീറ്റർ നീന്തി മണപ്പുറം കുട്ടിവനത്തിലെ അവസാന കടവിലാണ് കുട്ടി നീന്തി കയറിയത്. ഹായ് ഹായ് ഹായ്. ചേരാനല്ലൂർ സ്വദേശിയായ മുകുന്ദ ബലികയുടെയും അശ്വനി എ പ്രഭുവിന്റെയും മകനാണ് കേദാർ. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് കേദാർ നീന്തൽ പരിശീലിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു നീന്തിയിട്ട്? പേടിയൊക്കെ ഉണ്ടായോ? ഇല്ല, ആദ്യമേ നമുക്കൊരു ധൈര്യം ഇല്ലായിരുന്നു. കാരണം വെള്ളം കൂടുതല്, മഴ, ദൈവം സഹായിച്ച് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നിന്നിട്ട് അടിപൊളിയായിട്ട് കാര്യം കഴിഞ്ഞു. 6 വയസ്സുകാരന്റെ നീന്തൽ ഏതൊരാൾക്കും വളരെ എളുപ്പം നീന്തൽ പരിശീലിക്കാമെന്ന് സമൂഹത്തിന് കാണിച്ചു തരുന്നതായി പരിശീലകൻ സജി വളാശ്ശേരി പറയുന്നു. ഈ 2025 2962 വരെ ഇവിടെ ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചു. അതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടിയാണ് നീന്തി കിടന്നത്. കേദാർ 6 വയസ്സുകാരനാണ്. ആദ്യം പെരിയാർ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് 2 കൈയും 2 കാലും പുറയിലേക്ക് കെട്ടിയിട്ട് 1 കിലോമീറ്റർ നീളം പെരിയാർ നീന്തി. നല്ല ഒഴുക്കുള്ള ദിവസമായിരുന്നു. അപ്പൊ നീന്തൽ അറിയാൻ പാടില്ലാത്ത എല്ലാവരും പെരിയാറിലേക്ക് ആഹ്വാനം ചെയ്യാനും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നീന്തൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും, ഒരു കൊച്ചു പോലും മുങ്ങി മരിക്കില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ സന്ദേശം. വെസ്റ്റ് കൊച്ചി സിറ്റി അസിസ്റ്റന്റ് ട്രാഫിക് കമ്മീഷണർ മുഹമ്മദ് നിസാറാണ് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ജനം, കൊച്ചി.